നമ്മള ക്ഷേത്ര തന്ത്രി രാകേഷ് തന്ത്രി എല്ലാ ക്ഷേത്രത്തിൽ പൂജ ഉണ്ടെങ്കിൽ കലശം ഉണ്ടെങ്കിൽ മാത്രം പോകും. ഇങ്ങനെ ചണ്ഡികാഹോമത്തിന് എല്ലാം പോയിട്ട് ഇരിക്കാൻ അയാൾക്ക് സമയമില്ല, വരാൻ പാടില്ല, സമയമില്ല, അത്ര തിരക്കാണ്. ഇസ്രായേലത്തിൽ എല്ലാ കലശമായിട്ട് അത്ര തിരക്കിലുള്ള ആളാണ്. കാളിദാസ് ഭട്ട് പോലെന്ന് പറഞ്ഞാൽ അയാളുണ്ട്. എന്താ പറഞ്ഞാലത് നമ്മളോ രാകേഷ് തന്ത്രിയായിട്ട് 30 കൊല്ലം ഒരു പഴക്കമാണ്. ചെറുപ്പത്തിലെ നമ്മളെ ഫ്രണ്ട്സ് ഒരു സുഹൃത്തന്മാരാണ്. അപ്പൊ രാകേഷ് തന്ത്രി ഈ ഹോമത്തിനെ പറ്റിയിട്ട് ജനങ്ങളെ പറ്റിയിട്ട് 2 വാക്ക് പറയാനായിട്ട് അഭ്യർത്ഥിക്കാം. സഹസ്രദിനപങ്കജി സകലശീകരശ്രീപ്രഭം പ്രസന്നവദലേക്ഷണം സകലദേവതാശിരസിഹംസകം തദഭിധാനപൂർവം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതൻ, ഇവിടെ നടക്കുന്ന നവചണ്ഡികാ ഹോമത്തിൻ്റെ കുട്ടനമ്പലത്തിൻ്റെ ആരാധനായ പ്രസിഡന്റ്, മറ്റു ക്ഷേത്രയോഗം ഭാരവാഹികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുജനങ്ങൾ, അമ്മമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ പുണ്യ സന്നിധിയിൽ വെച്ച് ഭഗവാന്റെയും ഉപദേവതകളുടെയും ഹിതാർത്ഥങ്ങൾ അറിയുവാനായിട്ട് ഒരു അഷ്ടമംഗല ദേവപ്രസംഗം. ആ പ്രശ്ന ചിന്തനയിലാണ് ഇങ്ങനെ ഒരു മഹായജ്ഞം ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ടെന്ന് ആ പ്രാശീനികർ വിധിച്ചത്. ഇന്നിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷവും അതുപോലെ ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ ഒരു ആചാര്യൻ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഒരു മഹത് യജ്ഞത്തിൻ്റെ പരിപൂർണതയുടെ പരിസ്ഫൂർത്തിയിലെത്തിയിരിക്കുന്ന ഒരു ധന്യമായ നിമിഷം ഇവിടെ സംജാതമായിരിക്കുന്നു. മന്ത്രസ്പന്ദനങ്ങളെ കൊണ്ടും യാഗത്തിൻ്റെ ധൂമ പഠനങ്ങളെ കൊണ്ടും അന്തരീക്ഷം മുഖരിതമായിരിക്കുന്നു. നമ്മുടെ ഈ പുണ്യക്ഷേത്രം നമ്മുടെ എല്ലാവരെയും സഹകരണത്തോടുകൂടി ധന്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം. ആ പ്രശ്ന ചിന്തനയിൽ ആ പ്രാശനികർ വിധിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുണ്യഭൂമിയിൽ ഒരു ശാക്തേയ ചൈതന്യത്തെ ആരാധിച്ചിരുന്നു എന്നും കാലാന്തരത്തിൽ ആ ചൈതന്യത്തെ വിസ്മരിച്ചു പോയ ആ ദേവതയുടെ ഒരു ശാപം നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് പ്രാശനികർ വിധിച്ചപ്പോൾ അവർക്കതിന് സർവപ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടത് ഒരു നവചണ്ഡികാ ഹോമമാണെന്നാണ് നമ്മളെ അറിയിച്ചത്. ദൈവജ്ഞനെ ദേവനെ പോലെ കാണണം, അവരുടെ വാക്ക് അതുപോലെ പാലിക്കണമെന്നാണ്. അന്നത്തെ ഭരണസമിതി ആ പ്രശ്നചാർജിനെ ശിരസാവഹിച്ച് ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചരിതാർത്ഥ്യം നമുക്ക് ഏവർക്കുമുണ്ട്. മുരുകൻ എന്ന് പറയുമ്പോൾ മുഖാരസ്തു മുകുന്ദ, രുകാരസ്തു രുദ്ര. കൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാര മുക്തികളായിട്ടുള്ള ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളെ സമാഹരിച്ച് സമന്വയിപ്പിച്ച ഒരു ശക്തിയിലാണ് മുരുകൻ നിലകൊള്ളുന്നത്. സുബ്രഹ്മണ്യ സ്വാമി അസുരവധത്തിന് തയ്യാറെടുത്ത് പോകുമ്പോൾ മഹാദേവനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി പാർവതി ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയപ്പോൾ പറഞ്ഞു, മോനെ നീ പോകരുത്,
അസുരന് ഒരുപാട് വരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ദേവലോകത്തിന് വരെ അപമാനമായിരിക്കും. അപ്പൊ പറഞ്ഞു, അമ്മേ ഞാൻ തയ്യാറെടുത്തു, അച്ഛനെ അനുഗ്രഹിച്ചു, ഒരിക്കലും പോകാതെ നിർത്തിയില്ല. അപ്പൊ കൊടുത്ത ഒരു വരം തന്നെയാണ് സ്വാമിയുടെ കയ്യിലിരിക്കുന്ന സാക്ഷാൽ പരാശക്തി തന്നെയായിരുന്നു. ആ ചൈതന്യങ്ങളെല്ലാം നിലകൊള്ളുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ആരാധിച്ചപ്പോൾ സ്വാമി ഗുരു തന്നെയാണ്. എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ? ഗുകാരസന്ധകാരാഖ്യ ഋകാരസ്ഥ നിരോധക അന്ധകാര നിരോധത്വാത് ഗുരുത്യ അഭിധീയതേ. ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇരുട്ടിനെ മാറ്റി വെളിച്ചം തരുന്നു. നമുക്ക് വേണ്ട വഴിയിൽ വേണ്ട രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അധികം ഞാൻ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, കാരണം ഇതിന്റെ പൂർണ്ണാഹുതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. ഇന്ന് ഒരു യുദ്ധഭീതിയിലാണ് നമ്മുടെ രാഷ്ട്രം. ഭാരതം എന്ന് പറയുന്നത് എന്താണ്? ഭാവി സർവേഷു വേദേഷു രതി സർവസു ജന്തുഷു തരണം സർവതീർത്ഥാനാം ഭാരതമുച്യതേ ഭാരതമുച്യതേ. ഈ വേദങ്ങളും തീർത്ഥഘട്ടങ്ങളും ഒക്കെ ഭാരതത്തിലേ ഉള്ളൂ. ആ ആർഷ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല. ഇതിന് എന്തെങ്കിലും ദോഷം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരും പൂർവ്വസൂരികളും നമുക്ക് ഒരുപാട് വിധികൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള യുദ്ധഭീതി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും നമുക്കിത് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ സുകൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തമനുഗച്ഛതി. നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് തിരിച്ചു പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, സുകൃതവും ദുഷ്കൃതവും. ഈ സുകൃതം നമ്മുടെ പരമ്പരയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തില് നമ്മുടെ അതിർത്തി കാക്കുന്ന, നമ്മളെ കാക്കുന്ന ആ ഭടന്മാർ യോദ്ധാക്കൾക്കും അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കൂടി ഈ സന്ദർഭത്തില് ഇവിടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഭടന്മാർക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഒരു പ്രാർത്ഥന ഈ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് ആചാര്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച ആ പൂർണ്ണാഹുതിയിൽ അമ്മയെ, സാക്ഷാൽ ജഗന്മാതാവായ പരാംബികയെ നന്നായി സ്മരിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തി എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ജഗന്മാതാവായ പരാംബികയുടെ സാക്ഷാൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.